ഓർത്തുകൊള്ളണം ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ കഷ്ടരാത്രികളും വ്യർത്ഥമാസങ്ങളും അനർത്ഥങ്ങളുടെ സംവത്സരങ്ങളും എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു സാത്താന് നിന്നെ തൊടത്തില്ല, ഒരു ദുഷ്ടൻ നിന്റെ തലമുടി നാരെ തൊടത്തില്ല. ദൈവത്തിന്റെ വിശ്വസ്തത നിന്റെ പരിചയം പലകയുമാണ്. നീ ഉണ്ണുമ്പോൾ, നീ ഉറങ്ങുമ്പോൾ, നീ വാഹനം ഓടിക്കുമ്പോൾ, നീ ജോലി ചെയ്യുമ്പോൾ, നീ ആരാധനയിലായിരിക്കുമ്പോൾ, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുന്ന ഒരു ദൂതൻ നിന്നോടുകൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ആകയാൽ ഓർത്തുകൊള്ളണം, ഇതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മാർക്ക് ചെയ്യാത്തതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരത്തില്ല. പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ യേശുവിന്റെ കയ്യിലാണ്. യേശുവിന്റെ കരങ്ങളിൽ താണിരുന്നാട്ട് നിത്യതയോളം കൊണ്ടെത്തിക്കും. യേശു വരും. വിശുദ്ധന്മാരുടെ ശരീരം രൂപാന്തരപ്പെടും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. യോഗ്യത എന്താണ്? ഒന്ന്, ക്രിസ്തുവിൽ മരിക്കുക. രണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായിരിക്കണം. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 6:13 പൗലോസ് പറഞ്ഞു, ശരീരങ്ങളെ വിശുദ്ധിയിൽ നാം സൂക്ഷിച്ചുകൊള്ളണം. അങ്ങനെയല്ലേ ആ വാക്യം വായിക്കുന്നത്? 1 കൊരിന്ത്യർ 6:13 വായിച്ചാൽ, ഭോജ്യങ്ങൾ വയറിനും, വയറ് ഭോജ്യങ്ങൾ വയറിനും, വയറ് ഭോജ്യങ്ങൾക്കുമത്രേ. എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, ശരീരമോ ദുർനടപ്പിനുള്ളതല്ല. കർത്താവിനത്രേ. ശരീരം ദുർനടപ്പിനല്ല, അത് കർത്താവിനത്രേ. അടുത്തത് കർത്താവ് ശരീരത്തിനും. അടുത്ത വാക്ക്, എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചത്, യേശുവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. യേശു വരുമ്പോൾ ഉയർക്കാനുള്ള യോഗ്യതകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്ന്, ക്രിസ്തുവിനെ ധരിക്കണം. ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായി സ്വീകരിക്കണം. എങ്ങനെ നിനക്ക് യേശുവിനെ ധരിക്കാം? വിശുദ്ധ പൗലോസ് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം എഴുതുകയാണ്, സ്നാനത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നിങ്ങൾ സ്നാനമേൽക്കുമ്പോൾ ആ സ്നാനത്തിൽ യേശുവിനെ ധരിക്കുകയാണ്. സ്നാനം സഭയുടെ അടിസ്ഥാന ഉപദേശമാണ്. ഇന്ന് ക്രിസ്തീയ സമൂഹങ്ങളെല്ലാം ഈ സ്നാനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും. ചില എണ്ണപ്പെട്ട സമൂഹങ്ങൾ സാലുവേഷൻ ആർമി എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. 1800 ലണ്ടനിലെ വില്യം ബൂത്ത് എന്ന് പറയുന്ന ഒരു മഹാൻ സ്ഥാപിച്ചതാണ്. അവരുടെ സ്നാനം നമ്മൾ നോക്കിയാൽ സ്നേഹമാകുന്ന കൊടി കുത്തി നിർത്തിയ ശേഷം അതിന്റെ കീഴിൽ കൂടെ പോയാൽ മതി. വെള്ളത്തിലിറങ്ങണ്ട. നല്ല സൗകര്യം. വെള്ളത്തിലിറങ്ങണ്ട പ്രിയമുള്ളവര്. ഇനി രണ്ടാമത് നാമധേയ ക്രൈസ്തവരുടെ സ്നാനമുണ്ട്. ആരും ഒപ്പിച്ചെന്ന് അറിയത്തില്ല. വെള്ളത്തിലിറങ്ങാൻ വയ്യാത്ത നമ്മുടെ ഏതോ ഒരു അപ്പന്മാർ ഒപ്പിച്ച പരിപാടിയാണ്. എന്തായാലും പരിപാടി കത്തി പ്രിയമുള്ളവരെ. പിഞ്ച് ബീക്കിരി കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി മുക്കുക. കർത്താവ് തന്റെ സ്ലീഹന്മാരോട് പറഞ്ഞെങ്ങനെയാണെന്നറിയോ? പോകുവീ, സകല സൃഷ്ടികളോട് പ്രസംഗിക്കുവീൻ. അടുത്തത്, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എന്റെ ശിഷ്യന്മാരാക്കണം. പ്രമാണം കൂടാതെ നിങ്ങള് 365 സ്നാനമേറ്റാലും സ്വർഗത്തിൽ പോകത്തില്ല. നന്നായിട്ടൊന്ന് അറിഞ്ഞോളൂ. നിങ്ങൾ എത്ര മെനക്കെട്ടെന്ന് പറഞ്ഞാലും നടക്കത്തില്ല സഹോദരങ്ങളെ. ഈ സ്നാനപ്രമാണം നമ്മുടെ പെന്തിക്കോസിലെ മത്തായി ഉപദേശി പറഞ്ഞതല്ലെന്നേ. അതായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ദൈവം തമ്പുരാൻ സ്ഥാപിച്ചതാണ്. അതിനാണ് യോഹന്നാനെ ഭൂമിയിൽ അയച്ചത്. 2, ഇത് യേശു കാണിച്ചതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ 3:16 ജന്മദേശമായ ബേഥലഹേമിൽ നിന്ന് 84 മൈൽ ദൂരം നടന്ന് അക്കാലത്തെ നാടോടി പ്രസംഗിയായ യോഹന്നാന്റെ കൈക്കീഴിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ സ്നാനമേറ്റു. യാക്കോബാസുറിയാനി സഭയുടെ ബൈബിളുകളിലും കത്തോലിക്ക ബൈബിളുകളിലും പറയുന്നു, മശിഹാ തമ്പുരാൻ ജ്ഞാനസ്നാനം മാമോദിസ കൈക്കൊണ്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ പിന്നെ ആരടാ ഈ വെള്ളം ഒഴിക്കുന്ന പണിയും കൊണ്ടുവന്ന്? ഞാനും നോക്കിയിട്ട് പരിപാടി എളുപ്പമാണ്. ഓക്കെ അല്ലേ? തുണി നനങ്ങത്തില്ലേ? തണുപ്പത്തൊക്കെ ഇറങ്ങി സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പാടല്ലേ? ഭയങ്കര പാടാ. സ്നാനത്താണ് നല്ല ഡിസംബർ മാസം പമ്പയാറ്റിൽ ഒഴുക്കുള്ളപ്പോ ഇറങ്ങി സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ പെടുത്തുന്നവർക്കും ബുദ്ധിമുട്ടാ. വെള്ളം തളിക്കുന്ന നല്ലത്, പക്ഷെ ബൈബിൾ അംഗീകരിക്കുന്നില്ലെന്നേ.
യേശു മുങ്ങിയല്ലേ സ്നാനപ്പെട്ടത്. സ്ത്രീകന്മാരോട് എന്താ പറഞ്ഞത്? സ്ത്രീകന്മാരോട് പറയാണ്, നിങ്ങൾ പോയി മുക്കി സ്നാനപ്പെടുത്തിയാൽ മതി. പത്രോസ് ആരുടെയും തലയിലും നെറുകയിലും വെള്ളം കോരി ഒഴിച്ചില്ല. ഇതൊക്കെ ചെറുത്താൻ കൊണ്ട് കയറ്റിയതാണ്. ഒരു നഗ്നസത്യം പറയാം, ബൈബിൾ സത്യമാണെങ്കിൽ അന്തിമ വിധിയുടെ നാളിൽ നമ്മുടെ കാലടി കുഴയും. യേശു പറഞ്ഞതാണ്, യേശു കാണിച്ചതാണ്, സ്ത്രീകന്മാരുടെ ഉപദേശമാണ്, സഭയുടെ അടിസ്ഥാന പ്രമാണമാണ്. ഇതൊക്കെ ലംഘിച്ചേച്ച് നമ്മളങ്ങോട്ട് ചെന്നാൽ അവിടെങ്ങും കയറ്റത്തില്ല ദൈവമക്കളെ. നമ്മൾ ചിന്തിക്കുന്ന പോലെ തുറന്നു കിടക്കുന്നൊന്നുമല്ല. ദൈവത്തിന്റെ ആലോചനയാ. യഹൂദന്മാർ സ്നാനമേൽക്കാതെ ദൈവാലോചനയെ തള്ളിക്കളഞ്ഞെന്ന് ചിലരെയൊക്കെ കണ്ടിട്ടില്ല. ഭയങ്കര ഉണർവാ. അക്കരെ